എൻ്റെ മക്കളെ ഇന്നേതം മഴ എന്നറിയാം. എല്ലാം പോലത്തെ മഴ കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെ മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു. ഉച്ച മുതൽ ഈ സമയം വരെ വൈകിട്ട് ഈ സമയം വരെ ഭയങ്കര മഴ കേട്ടോ. ഇപ്പം വൈകിട്ട് 5:30 മണിയായി. എന്താ മഴ എന്നറിയാം. അപ്പോൾ രാവിലെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ നനയുക. എൻ്റെ വണ്ടി നനഞ്ഞാൽ കുഴപ്പമില്ല. എൻ്റെ വേറൊരു സാധനം ഇതൊക്കെ കണ്ടോ. എൻ്റെ ഹെൽമെറ്റ് മഴ എത്തിയതാ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. കണ്ടോ ഒരു മീനിടേണ്ട വെള്ളമുണ്ട്. വണ്ടി പോട്ടെ. എൻ്റെ ഹെൽമെറ്റ് നോക്കിയേ. എന്താ കഥ. ഇന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ല വെയിലായിരുന്നു. കിട്ടിലം പോലത്തെ വെയിൽ. അപ്പോൾ ഹെൽമെറ്റിൽ ചെറിയ വെള്ളത്തിൻ്റെ ഒരു കുളിപ്പുണ്ടായിന്. കാരണം ഇന്നലെല്ലാം വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ ചാർലറിൽ അടിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഉണങ്ങിക്കോട്ട് എന്ന് വിചാരിച്ചിട്ട് രാവിലെ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് പയങ്ങാടി പോകേണ്ട ആവശ്യം ഉണ്ടായിന്. ഞാൻ പയങ്ങാടിലേക്ക് പോയി. ഹെൽമെറ്റ് ഇട്ടിട്ട് പയങ്ങാടി പോയിട്ട് തിരിച്ച് വന്നിട്ട് വണ്ടിയിൽ വെച്ചതാ. ഇതാ എടുത്തു വെക്കാൻ വിട്ടു. ഇങ്ങനെ തന്നെ വെച്ച്. കാരണം വണ്ടിയിൽ വീട്ടിലെത്തിയിട്ട് ഹെൽമെറ്റ് ഊരിയിട്ട് ഇവിടെ ഇങ്ങനെ കൊളുത്തി. അങ്ങനെ നോർമലി ചെയ്യില്ല. അല്ലെങ്കിൽ ഇവിടെ ഗ്ലാസ്സിന് വെക്കും. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ കൊളുത്തി. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊളുത്തു. അങ്ങനെ ഇവിടെ കൊളുത്തിയതാ. ഓക്കെ ഇതവസ്ഥ. വന്നിട്ട് എടുത്തു വെക്കാൻ വിട്ടുപോയി. വണ്ടിയിൽ തന്നെ വെച്ച്. കാര്യം രാവിലെ നല്ല വെയിലല്ലേ. കിട്ടില്ല പോലത്തെ വെയിൽ. ഇങ്ങനെ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ വണ്ടിക്ക് ഹെൽമെറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വന്ന് നോക്കുമ്പോഴത്തേക്ക് വെള്ളം നിറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച്. ഇനിയിപ്പോൾ എന്താ ചെയ്യൽ? ഇപ്പോൾ ഹെൽമെറ്റ് ഉണ്ട് പോകുമ്പോൾ എനക്കാണെങ്കിൽ ഒന്ന് പ്രേത്തേട്ടൻ്റെ അടുത്തേക്ക് പോകണം. അതിന് വേണ്ടിക്ക് ഇതാ ബാഗിലിട്ടിട്ട് കണ്ടോ ബാഗിലെടുത്തിട്ട് ഇറങ്ങിയതോ. കാര്യം ചെയ്യാം. അത് ചിരിച്ചിട്ട് വെള്ളം കളിട്ട് മയക്കോട്ട് ഇടാം. എന്നിട്ട് മയക്കോട്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് ഇട്ടാൽ സീൻ ഉണ്ടാവില്ല. യെസ് അങ്ങനെയല്ലേ. യെസ് അങ്ങനെ ചെയ്യാം. മഴക്കോട്ടിടാം. എന്തായാലും മഴക്കോട്ട് ഇടണമല്ല. മഴ ഇങ്ങനെ കണ്ട പൊട്ടിനോണ്ട് നിൽക്കുന്നുണ്ട്. ഒയ് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ മഴക്കോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലല്ല ഹെൽമെറ്റ് ഇടാം. എന്തായാലും മഴക്കോട്ടിൻ്റെ തൊപ്പി ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് പോവാം. വേറെ വെയില്ല. ഉണങ്ങണമെങ്കിൽ ഇപ്പോൾ നാളെ വെയിൽ വരണം. നാളെ വെയിലുണ്ടെങ്കിൽ ഉണങ്ങും എന്ന് വിചാരിക്കുന്നു. നാളെ വെയിൽ വന്നാൽ മതിയായിരുന്നു അല്ലേ. യെസ് നാളെ വെയിലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഉണങ്ങാനിട്ട പോലെ ഉണങ്ങാൻ വെക്കാം നിലത്ത് വെയിലത്ത്. അപ്പോൾ പിന്നെ നേരെ ഇവിടുന്ന് വിടാം കേട്ടോ. പിന്നെ വേറെന്താണ് വേറെ സാധനം കാണിച്ചു തരാം. അതും കൂടെ കാണിച്ചു തന്നിട്ട് പോവാം. ഞാൻ ഉണ്ടല്ലോ കാര്യം പറയാം. ഞാൻ ഉണ്ടല്ലോ ഇന്നലെ പീടിയിൽ പോയാലോ പീടിയിലുണ്ടൊരു സാധനം വെച്ചിട്ടുണ്ട് നിലത്ത്. ഒരു കടലാസ്. അതിൽ ഈച്ചെല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം. ഞാൻ എന്തോ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മിനാന്ന് അങ്ങനെ വീട്ടിലങ്ങനെ ഈച്ച ഉണ്ടായില്ല. മഴ അറിയാമല്ലോ. മഴക്കാലത്ത് ഫുൾ ഈച്ചയല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്ന് നോക്കുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റെപ്പിലും വീട്ടിൻ്റെ ഉള്ളിൽ ആടുകളിലായിട്ട് ഈച്ചയുണ്ട്. അപ്പോൾ ഞാനിത് പോയിട്ട് 10 റുപ്യക്ക് ആ സാധനം വാങ്ങിയിട്ട് 2 എണ്ണം 20 റുപ്യ. ഒന്നിന് 10 റുപ്യ. വന്നിട്ട് വെക്കുമ്പോഴത്തേക്ക് സത്യം പറയാലോ മക്കളെ കളവല്ല. വന്നിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ഏകദേശം ഈച്ചെല്ലാം വന്ന് പറ്റിയിട്ടുണ്ട്. ഒരു 5 മാക്സിമം ഒരു 10 മിനിറ്റ് ഇത്രയായിട്ടുണ്ടാവുള്ളൂ. ഒരു 5 മിനിറ്റ് വെച്ചതല്ലോ. ഒന്ന് വന്ന് പറ്റി, പിന്നെ 2 പറ്റി, പിന്നെ എല്ലാം വന്ന് പറ്റി. അതിൻ്റെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതിന് പശയുണ്ട്. അപ്പോൾ പറ്റിക്കന്നെ പിന്നെ അതിൽ നിന്ന് ഇളകാൻ കഴിയില്ല. പിന്നെ മറ്റേ കാലവിടെ കുത്തി, ഇപ്പുറത്തെ കാലുത്തി, അപ്പുറത്തെ കാലുത്തി, പിന്നെ അതിങ്ങനെ പിറങ്ങി കളിക്കും. പിന്നെ ഇറങ്ങാൻ കഴിയില്ല. എല്ലാം ചത്ത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടെങ്കിൽ ഈച്ച കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ ഈച്ച ഉണ്ടേ. ഇതെല്ലാം പറ്റണ്ടേ അപ്പോയിക്കോ. കണ്ടോ ഫുൾ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം ചത്ത്. കണ്ടോ ഇവിടെ സൈഡിൽ കണ്ടോ ഒന്നിങ്ങനെ ഇളകി പോകുന്നു. അത് സൈഡിൽ പറ്റിയതാണ്. പക്ഷെ പറ്റിയിട്ട് അവിടെ തന്നെ ഉണ്ട്. എല്ലാം ചത്തിട്ട് ഏകദേശം എല്ലാം ചത്ത്. കണ്ടോ ഇവിടെല്ലാം കുറച്ച് ഈച്ച ഉണ്ട്. ഇങ്ങനെ പാൽ കളിക്കുന്നുണ്ട്. അതെല്ലാം വന്ന് പറ്റും. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ഇതിന് സൈക്കോളജി ഈച്ച പറ്റുന്നത്. സംഭവം വേറൊന്നുമല്ല. ആ പേപ്പറിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇത് കാണുമ്പോൾ അത് പശൻ്റെ ഇതെല്ലാം കാണുമ്പോൾ 1-2 ഈച്ച വന്ന് പറ്റും. പിന്നെ ആ ഈച്ച കണ്ടിട്ടായിരിക്കും മറ്റുള്ള ഈച്ചെല്ലാം വന്ന് ഇങ്ങനെ പറ്റും. പിന്നെ പറ്റിക്കന്നെ പിന്നെ ഇറങ്ങാൻ കഴിയില്ല കേട്ടോ. പോകാൻ കഴിയില്ല. നല്ല പശയാണ്. പിന്നെ പറ്റിയെടുത്ത് തന്നെ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഈച്ചാവും. നല്ല സുഖം കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ഈച്ച ഉണ്ടാവും. വേണമെങ്കിൽ വാങ്ങിക്കോ. 10 റുപ്യ ഉള്ളൂ. സാധാ കടയിലുണ്ട് കേട്ടോ. ഞാൻ സാധാ കടയിൽ നിന്നാണ് വാങ്ങിയത്. സാധാ കടയിൽ ഈ ചൈന കൗണ്ടർ അതുപോലെ 65-ൻ്റെ വീട് അങ്ങനത്തെ അവിടെയെല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ സാധാ ഷോപ്പിലും ഉണ്ടാവും. അപ്പോൾ വാങ്ങിക്കോ. മഴക്കാലത്ത് ഈച്ചനെ തുരുത്തണമെങ്കിൽ വലിയ പണിയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ എന്തായെന്ന് അറിയാം. കൊതുവിനെ കൊല്ലുന്ന ബാറ്റില്ലേ അതിനെക്കൊണ്ട് ഇങ്ങനെ വീശിയിട്ട് കൊല്ലും. പക്ഷേ ഭയങ്കര പണിയാണ്. ഈച്ചനൊന്നും അങ്ങനെ കിട്ടൂലല്ലോ. അറിയാലോ എന്ത് പോക്കാ പോകുന്നു, എന്ത് സ്പീഡിലാണ് പോകുന്നു. അപ്പോൾ ഈച്ചനൊന്നും അങ്ങനെ കിട്ടൂല. അപ്പോൾ ഇതാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ഇതിലൊരു 5 മിനിറ്റ് കൊണ്ട് ഏകദേശം ഈച്ചലം വന്ന് പറ്റീന് കേട്ടോ.
പോവാ. ഞാൻ പിന്നെ പ്രേത്തേട്ടനടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഒന്ന് പ്രേത്തേട്ടനടുത്തേക്ക് പോകണം. ഇപ്പം 5:30 മണിയായി. ബാഗെല്ലാം കണ്ട, ബാഗെല്ലാം ഇട്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഈ ഒരു അവസ്ഥ കണ്ടേ. ഇവിടെ വന്നോ അങ്ങനെ പിലാത്തറിലെത്തി. രാത്രിയായി. രാത്രി സ്കൈ കണ്ടാ, ബ്ലൂ ഒക്കെ. സ്കൈൻ്റെ കളറൊക്കെ എന്താ സ്കൈ അല്ലേ, എന്താ ബ്ലൂ 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 ബ്ലൂ. പ്രേത്തേട്ടൻ ചായ അടിക്കാ? യെസ്. എവിടെ നിന്നാണ്? ഇവിടെ തുറന്നിനാ? ഉണ്ടോ? തുറന്നിനാ? എന്നതോ എല്ലാ അപ്പുറം പോണോ? വേണ്ട അല്ലേ? കട്ട എനിക്ക് സാധാ ചായ വേണം. അവിടെ അത് സാധാ ചായ ഉണ്ടോ? എന്നാ വേണ്ടാന്ന്. അവിടുന്ന് ഇതല്ലേ എന്നാ 2 വണ്ടി ഇടയില്ലേ? ഞാൻ ഒറ്റക്ക് നടക്കണ്ട, നമുക്ക് 2 നടക്കാം. ചായ അടിക്കട്ടെ. അങ്ങനെ എൻ്റെ ചായ എത്തി. മധുരം കുറവ് പറഞ്ഞാണ്. ഞാനിവിടുന്ന് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. മുമ്പ് കുടിച്ചെന്നല്ലേ? നമ്മൂരോട്ടം വന്നു കേട്ടോ. പ്രേത്തേട്ടൻ വരുന്നുണ്ട്. ഞാൻ ഒരു എൻ്റെ പടച്ചോനെ. ഒരു മിനിറ്റ്. ചായ മോശമില്ല കേട്ടോ, രസമുണ്ട്. ഇതെന്താ സാധനം? ലൈം ടീയാ? ലൈം ടീ. പക്ഷേ വീട്ടിൽ നിന്നൊന്നും കുടിച്ചിനി. തഫി ആക്കി തന്നിനി. വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തഫിൻ്റെ ഒരു ചായ അപ്പം ഉണ്ട്. അല്ലാതെ ചായ പിടിച്ചിട്ടേ ഒരു ചായ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. പ്രേത്തേട്ടന് വേറെ പോകാൻ. അപ്പോൾ ഞാൻ പ്രേത്തേട്ടൻ നേരെ വീട്ടിലേക്ക് പോയാൽ ഞാൻ പോയി വന്നു. പ്രേത്തേട്ടൻ ഷോപ്പ് കൂട്ടി. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ടാ. അടുത്ത പരിപാടി ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ പോകാൻ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര മഴ വന്നിതാ. ഏത് മഴ? പൊരിഞ്ഞ മഴ. ഹെൽമെറ്റിലുള്ള നമുക്ക് ഫുൾ വെള്ളം. ഇനിയിപ്പോൾ കോട്ടിലിട്ട് ഹെൽമെറ്റ് മുകളിലിടാം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയട്ടാ. ഇപ്പോൾ സമയം രാത്രി 10 മണിയായേ. സമയത്തിലേ അറിയാം 10:34. ഇനൂന് ഐസ്ക്രീം കൊണ്ട് വന്നിട്ട് കുറേ ദിവസമായി പറയും. ഇന്നിപ്പം വീട്ടിലെത്തുമ്പോഴത്തേക്ക് നേരത്തെ വിളിച്ചു കൊടുക്കുന്നുണ്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് മഴ, ഗംഭീര മഴ. ഇപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. പോവാ. മഴക്കോട്ടിലിട്ടിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇന്നൊരു ചെരുപ്പ് എടുത്തു. ചെരുപ്പിട്. മഴ പെയ്തുകൊണ്ടുണ്ട്. എന്താ ചെയ്യുക? ഇതിലെത്തിയിട്ടിങ്ങനെ സങ്കടം പറയും. ഇങ്ങനെ പറയുന്നത് ഒരു പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പോകാന്നുണ്ട് പോകുന്നില്ല എന്ന് പറയും. ഇതാ നേരത്തെ ഞാൻ വെച്ച സാധനം. ഇതാ ഫുള്ളീച്ച. വാമോളെ പോട്ടെ. വേറെ പഴങ്ങളിലേക്ക് കൂട്ടിയാകുമ്പോൾ 10:30 മണിയായി. 10:30 മണി കഴിഞ്ഞ് 10:35 നോക്കാം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടാ പഴങ്ങളിൽ. എന്താ ഫലൂദ ഒന്നാമീന് ഫ്രൂട്ട് സലാഡല്ലേ? കേട്ടെ. ഇനി ഫലൂദ എന്തായാലും കുടിക്കൂല. ഇതിനിപ്പം ബാക്കിയാവും. ഫ്രൂട്ട് സലാഡ് തന്നെ ബാക്കിയാവും. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുട്ടോ. ഇതേതാ അറിയാം? ഷോപ്പിൻ്റെ പേരെന്താ? ജ്യൂസിയാ? ജ്യൂസി കേട്ടോ. ജ്യൂസി ആ പഴങ്ങളും കഴിച്ചോട്ടെ. അത് മാംഗോൻ്റെ ഐസ്ക്രീം. മാംഗോ ഐസ്ക്രീം വാനില. ഇത് വാനില. അടിയിൽ വേറൊന്നുണ്ടാകും. വേറൊന്നും ഐസ്ക്രീം ഉണ്ടാകും അടിയിൽ. ഇപ്പം മതിയാക്കും. അത് ഫുൾ കഴിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രൂട്ട് സലാഡാണ്. വീട്ടിൽ എന്നെ ഒരു കോട്ടയുള്ളൂ. തഫിൻ്റെ കൂട്ടില്ല. അതുകൊണ്ട് തഫിനെ കൂട്ടി ഇപ്പോൾ നാളായിട്ട് വേണം. കുഞ്ഞിവിനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തഫി പറഞ്ഞു എന്നാൽ പിന്നെ അച്ഛൻ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ കൂട്ടിയിട്ട് വന്നത്. ഈ തണുപ്പിന് പണി കിട്ടുമെന്ന് അറിയില്ല. തണുപ്പിന് മൂക്കടപ്പിലാവുമെന്ന് അറിയില്ല. കുഞ്ഞിക്ക് ആയിക്കോട്ടെ. വീടിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. ഞാൻ പോയ കോട്ട് എടുത്തിട്ട് ഇനുവിൻ്റെ കോട്ടുണ്ട് അവിടെ ഇട്ടെ. ഇനുവിന് കോട്ടിലോണ്ടാണ് വന്നത്. എല്ലാം വരാൻ കഴിയില്ലല്ലോ. കാറുണ്ട്. ഞാൻ പിന്നെ കാർ എടുക്കണമെന്ന് വെച്ചിട്ടാണ്. ഇനി പറഞ്ഞ് ബൈക്കിൽ പോവാം. കാർ എടുത്തിട്ടെങ്കിൽ തഫിനും കൂട്ടായിരുന്നു. ഇനി പറഞ്ഞ് ബൈക്കിൽ പോവാം. ഇനുവിന് മഴക്കോട്ട് ഇട്ടിട്ട് കൂട്ടട്ടെ. ഇനുവിൻ്റെ മഴക്കോട്ട് നിലത്തുണ്ടല്ലോ. ആയി പോലെ ഇനി പോവാ. നടക്ക്.
ഏട്ടാ വന്നടക്ക് നേരത്തെ പണിക്കാരാണ്. കയറിക്കോ 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 കയറിക്കോ. വണ്ടി ചവിട്ടുന്നുണ്ടോ? മുന്നോട്ട് കാലൊക്കെ ബാപ്പ ഇരിക്കട്ടെ. യെസ് പോവാന്നോ?